പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാർ. ലീഗിന് UDF ഒരു ബാധ്യതയായതും പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷത്തിന് ബാധ്യതയായതായും മന്ത്രി പി രാജീവും കലാപത്തിൽ ആരാണ് ചാമ്പ്യൻ എന്നതിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ മത്സരം നടക്കുകയാണെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് പ്രമാണിത്വത്തിന്റെ ആൾരൂപമാണെന്ന് VD സതീശന് മുഹമ്മദ് റിയാസ് മറുപടി നൽകി. കാസർഗോഡ് നിന്നും ആരംഭിച്ച നവകേരള സദസ്സിന് തലസ്ഥാന നഗരിയിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ ആവേശത്തിലായിരുന്നു പ്രഭാത നടത്തത്തിനിറങ്ങിയ മന്ത്രിമാർ. നവകേരള സദസ്സ് പ്രതിപക്ഷത്തെ തുറന്നുകാട്ടുന്നതാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഒപ്പം ലീഗിന് UDF ഒരു ബാധ്യതയാണെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷത്തിന് ബാധ്യതയായെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. മറ്റ് ബഹിഷ്കരണത്തിന് കഴിഞ്ഞിട്ടും അവർ കരിങ്കോട്ടിലേക്ക് വന്നപ്പോൾ അവരാദ്യം ഇല്ലയെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇവർ ആവശ്യപ്പെട്ടിട്ടല്ലേ. അപ്പോൾ മുന്നണി എന്നുള്ളത് ലീഗിന് തന്നെ ഒരു ബാധ്യതയായിക്കൊണ്ടിരിക്കുന്നു. UDF എന്നുള്ളത് ലീഗിന് ഒരു ബാധ്യതയായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിനും ഒരു ബാധ്യതയായിരിക്കുന്നു. നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആസൂത്രിത ക്രമത്തെ രൂക്ഷമായ ഭാഷയിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. കലാപത്തിൽ ആരാണ് ചാമ്പ്യൻ എന്നതിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് കെ സുധാകരനും തമ്മിൽ മത്സരം നടക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് മറ്റന്നാൾ കാണാമെന്ന KPCC പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പെന്നും കെ രാജൻ പറഞ്ഞു. നാളെ ഏതോ ഒരു വലിയ മാർച്ച് നടത്താൻ പോകുന്നുണ്ട് പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക്. അപ്പോൾ ഇന്നലെ തന്നെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരിക്കുകയാണ്, നവകേരള സദസ്സിനോടുള്ള മറുപടി മറ്റന്നാൾ പറയാം. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ബോധപൂർവമായിട്ടുള്ളൊരു കലാപത്തിന് കേരളത്തിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പ്രമാണിത്വത്തിന്റെ ആൾരൂപമാണെന്ന വിമർശനമാണ് VD സതീശനുള്ള മറുപടിയായി മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. ഇനിയും മിണ്ടാതിരിക്കാനാവില്ലെന്നും മറുപടി ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. അപ്പം തന്നെ ആരും ഒന്നും പറയാൻ പാടില്ല, താൻ എല്ലാം വായി തോന്നിയത് വിളിച്ചു പറയുമെന്നുള്ള താൻ പ്രമാണിത്ത പ്രവണതയാണ് പ്രതിപക്ഷ നേതാവിൽ കാണുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അത് പൊതുസമൂഹത്തിൽ പൊതുവെ വരുന്ന ചർച്ചയാണ്. വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു. പറയുന്നത് ഭയങ്കര കാര്യങ്ങളായിരിക്കും. വിടില്ല, തിരിക്കും, മറിക്കും, അടിക്കും, പിടിക്കും, നിയമം കയ്യിലെടുക്കും, അങ്ങനെ വിടില്ല, എങ്ങനെ വിടില്ല. ഈ 2.5 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാണ്, വെറും ഡയലോഗാണ്. അപ്പോൾ വെറും ഡയലോഗ് സതീശനായി മാറുന്നു എന്നുള്ളത് പറയുന്നു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തനിക്കെതിരെ പറഞ്ഞാൽ അത് പ്രശ്നമാണോ? താൻ പ്രമാണിത്വത്തിന് കയ്യും കാലും മുഖവും വെച്ച ആൾരൂപമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എന്തെങ്കിലും സംശയമുണ്ടോ? ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.